കുലദേവത, ധർമ്മദേവത. ടീച്ചറെ നമസ്തേ. നമസ്കാരം. നമസ്കാരം. എന്താണ് കുലദേവത? ഒരുപാട് പേര് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പലർക്കും അവരുടെ കുലങ്ങൾ അറിയാം, പക്ഷെ ദേവത ആരാണെന്ന് അറിയില്ല. ധർമ്മദേവത, കുലദേവത, ഈ പരദേവത എന്നൊക്കെ പറഞ്ഞാൽ ഒന്നാണോ? അല്ലെങ്കിൽ നമ്മൾ ആദ്യം ആരെയാണ് പൂജിക്കേണ്ടത്? ഇതൊക്കെ കുറെ പേര് പലരും പറയുന്നുണ്ട്. കേരളം വിട്ട് താമസിക്കുന്ന പലർക്കും ഇതിനെ കുറിച്ച് അറിയില്ല. ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? ഞാനും കുറച്ചു കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ്, എന്താണ് ഇതിന്റെ ഒരു പ്രാധാന്യം, ഈ നമ്മുടെ കുലദേവത, ധർമ്മദേവത, പരദേവത എന്നൊക്കെ പറയുന്നതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് ഒരു ടോക്ക് ചെയ്യണമെന്ന് കുറച്ച് നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ടത് ഭംഗിയായി ആ ചോദ്യം. നമ്മുടെ ഒരു സമ്പ്രദായം, ഭാരതീയ സമ്പ്രദായം അനുസരിച്ചിട്ട്, വിശേഷിച്ചും കേരളത്തിന്റെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട്, ഓരോ കുലത്തിന് ഒരു കുലം എന്ന് പറയുമ്പോഴേക്കും അതൊരു സമുദായം ആകാം, സമുദായങ്ങളുടെ തന്നെ, അല്ലെങ്കിൽ ജാതി എന്ന് പറഞ്ഞുകൂടാ, ഓരോ സമുദായങ്ങളുടെ തന്നെ അവാന്തര വിഭാഗങ്ങളുമാവാം. അവരുടെ മൊത്തമായിട്ടുള്ള ഒരു ആരാധനാ സമ്പ്രദായം ഉണ്ടാകും. അതൊരു പർട്ടിക്കുലർ ദേവത ആയിട്ടായിരിക്കാം, അതിൻ്റെ ഒരു സ്ഥാനം ഉണ്ടാകാം, ക്ഷേത്രമായിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു സങ്കല്പ സ്ഥാനമായിരിക്കാം. അപ്പൊ അതൊരു അവരുടെ കുലത്തിന്റെ, ആ സമുദായത്തിന്റെ മുഴുവനും ആകാം. അങ്ങനെ ഒരു ദേവതാസ്ഥാനം, ഒരു ചൈതന്യത്തിന്റെ സ്ഥാനം ഉണ്ടാകും. അപ്പൊ അത് നമ്മുടെ കുലത്തെ മുഴുവനും സംരക്ഷിക്കാൻ പാകത്തിനുള്ളതായിരിക്കാം. അപ്പോ കുലം എന്ന് പറയുമ്പോഴത്തേക്കും കു എന്നുള്ളതിന് ഭൂമി എന്ന ഒരു സൂചന നൽകുന്നുണ്ട്. സംസ്കൃതത്തിൽ കു എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി എന്നർത്ഥം വരുന്നുണ്ട്. നമ്മൾ കുജൻ എന്നൊക്കെ പറയുന്നത് ഭൂമിയിൽ നിന്നും ജനിച്ചവൻ, ഭൂമിപുത്രൻ എന്നൊക്കെയാണ് പറയുന്നത്. അതേപോലെ തന്നെ കുലം എന്ന് പറയുന്നത് ഭൂമി, അത് ആ ഭൂമിയുമായിട്ട് കണക്ട് ചെയ്ത് വരുമ്പോൾ അതിന് വളരെ വിശാലമായിട്ടുള്ള അർത്ഥമുണ്ട്. ഒന്ന് വളരെ പ്രധാനം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കാൻ കാരണക്കാരായവര് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ജനിച്ചതിന് ശേഷം ഇവിടുത്തെ ഈ ഭൂമിയിലെ ജീവിതക്രമത്തെ ചിട്ടപ്പെടുത്തുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും, എന്താണോ നമ്മൾ ഈ ഭൂമിയിൽ വരാനുള്ള ലക്ഷ്യം, ഓരോ ജന്മത്തിനും ഓരോ ലക്ഷ്യമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്ര വേഗത്തിൽ എത്തുന്നുവോ അത്രയും വേഗം നമുക്ക് ആ പരാശക്തിയിലേക്ക് ലയിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ചിലർക്കത് വളരെ വേഗത്തിലായിരിക്കാം, ചിലർക്കത് വളരെ സാവധാനത്തിലായിരിക്കാം. 100% ഉറപ്പൊന്നുമില്ല ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമെന്ന്. അങ്ങനെ ആകുമ്പോഴേക്കും, അഥവാ പറ്റിയിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മൾ ജന്മങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കണം. അപ്പൊ നമ്മളുടെ വലിയ ഭാരതത്തിന്റെ ധർമ്മ അല്ലെങ്കിൽ കുലപതി എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ശങ്കരാചാര്യര്, സ്വാമി വിവേകാനന്ദൻ, ഇവരെ പോലെയുള്ള അതുല്യ പ്രതിഭാധനന്മാരുണ്ട്. അവരുടെയൊക്കെ ഒരു ആയുഷ്കാലം എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായമായിരുന്നു. പക്ഷെ അവരുടെ ലക്ഷ്യം പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ആർക്കും തന്നെ ലക്ഷ്യം പൂർത്തിയാക്കിയാൽ പിന്നെ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ള വലിയൊരു ടാസ്ക്, ഓരോ വ്യക്തികളെ സംബന്ധിച്ചും. അപ്പൊ അത് മനസ്സിലാക്കിയവരെ സംബന്ധിച്ച് ഇവിടുന്ന് പോകാനായിട്ട് എത്രയും വേഗം പോകണമെന്നുമായിരിക്കും, ഈ ബന്ധനങ്ങളിൽ നിന്നെല്ലാം വിമുക്തി നേടിയിട്ട് പോകണമെന്നുമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ, ഓരോ വ്യക്തികൾക്കും ഉണ്ടാകും ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കാൻ കാരണമായിട്ടുള്ളവര്, ഇതിനെയൊക്കെയാണ് ഈ കുലദേവത എന്ന് പറയുന്നത്. ഒരു ആത്മീയമായിട്ടുള്ള സ്രോതസ്, ഒരു ചൈതന്യത്തിന്റെ പ്രവാഹം അവിടെ നിന്നുണ്ടായിരിക്കും. ഇത് എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാല്, കാലാന്തരത്തിൽ നമ്മളിങ്ങനെ പല ഗ്രൂപ്പുകളായിട്ട് വിഭജിച്ചു പോയി. മാത്രമല്ല, കുലം അനുദിനം വർദ്ധിച്ച് ജനസംഖ്യ വർദ്ധിക്കുന്നത് മാതിരിയിൽ തന്നെയാണ് കുലത്തിന്റെ അംഗങ്ങളും വർദ്ധിച്ച് വരികയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ട് മാറിപ്പോവുകയും, ആദ്യം ചെറിയ ഫാമിലി ആയിട്ട് മാറിയിരിക്കുക, അത് പിന്നീട് വലിയ ഫാമിലി ആയിട്ട്, അത് ഓരോന്നും പ്രത്യേകം തറവാടുകളായിട്ട് മാറിയിട്ടുണ്ടാകും. അപ്പോ ഒരു കുലദേവത എന്ന് പറയുന്നത് വലിയൊരു ജനവിഭാഗത്തിൻ്റെതായിട്ടുണ്ടാകാം. അവിടെ നിന്നാണ് ഓരോ തറവാടുകളായിട്ട് മാറുന്നത്. അപ്പോ ഈ കുലദേവത ആരാധന തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മുടെ വേര്
അവിടെയാണുള്ളത്. അപ്പോൾ അച്ഛൻ്റെ അച്ഛനല്ലേ അല്ലെങ്കിൽ അമ്മയുടെ മുത്തശ്ശനല്ലേ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിനെ ഇങ്ങനെ മാറ്റി നിർത്തേണ്ടതല്ലോ. നമ്മൾ അവരുണ്ടായത് കൊണ്ടാണ് അതിൻ്റെ അടുത്ത പരമ്പര എന്നുള്ള നിലയ്ക്ക് നമ്മൾ ജനിക്കാനുള്ള കാരണം അത് തന്നെയാണ്. അപ്പോൾ അവിടെ ഉറപ്പായിട്ട് നമ്മൾ എത്തിയിരിക്കണം. പിന്നെ അത് കുലദേവത എന്നുള്ളൊരു സങ്കല്പത്തിലാണ് വരുന്നത്. പിന്നെ ധർമ്മദേവത, പരദേവത എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ ഈ കുലദേവതയും ധർമ്മദേവതയും ഒന്ന് തന്നെയാകാം, രണ്ടും രണ്ടായിട്ടുമാകാം. അതെങ്ങനെയാണ്? അത് ഈ നമ്മുടെ ജാതി വ്യവസ്ഥ എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ നിലയ്ക്കൊന്നും ആയിരുന്നില്ല. ഓരോരുത്തരും അവരവരുടെ തൊഴിലിനനുസരിച്ചിട്ട് ഏതിലാണ് പ്രാഗൽഭ്യമുള്ളത്. ഇപ്പം ബ്രാഹ്മണര് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ബ്രാഹ്മണന്റെ മകൻ ബ്രാഹ്മണൻ, ക്ഷത്രിയന്റെ മകൻ ക്ഷത്രിയൻ, നായരുടെ മകൻ നായർ, ആ രീതിയിലല്ലേ നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പൊ അങ്ങനെ ആയിരുന്നില്ല ഈ ജാതി വ്യവസ്ഥ. വളരെ സാത്വിക സ്വഭാവം കൂടുതലുള്ള വ്യക്തികള്, സ്വാർത്ഥത വളരെ കുറവുള്ള വ്യക്തികള്, അതേപോലെ തന്നെ വൈകാരികമായിട്ടുള്ള അന്തക്ഷോഭങ്ങൾ വളരെ കുറഞ്ഞിരിക്കുന്ന വ്യക്തികള്, വളരെ സമാധാന പ്രിയരായിട്ടുള്ള ആളുകള്, അവരാണ് ഈശ്വര സേവാദികളായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്തു വന്നിരുന്നത്. അപ്പോ അവര് പൂജിച്ചിരുന്നതൊക്കെ സാത്വികമായിട്ടുള്ള ദേവതകളെ ആയിരിക്കും, സത്വഗുണം കൂടുതലുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കുറച്ചും കൂടി ധൈര്യവും തൻ്റെ ഇടവും, അതല്ലെങ്കിൽ ഇപ്പൊ ഒരു രാജവംശത്തിലൊക്കെ ജനിക്കുക. ഇതിൽ തന്നെ ഈ ബ്രാഹ്മണരിൽ തന്നെ രാജഭരണം കൈയാളിയിരുന്ന ആളുകൾ ധാരാളം ഉണ്ട് കേട്ടോ. അതിൽ തന്നെ ക്ഷത്രിയ സ്വഭാവം എന്ന് പറയുന്നത് കുറച്ചും കൂടി രജോഗുണം, ഈ സത്വഗുണത്തിൽ തന്നെ രജോഗുണത്തിന്റെ ആധിക്യം, അല്ലെങ്കിൽ രജോഗുണം അതിൽ കലർന്നവരാണ് ക്ഷത്രിയര്. അവർ കുറെ കൂടി ഊർജസ്വലരായിട്ട് എന്തിനോടും പ്രതികരിക്കുന്ന, വളരെയധികം പ്രതികരണ ശേഷിയുള്ള, കായിക ബലം കൂടുതലുള്ള ആളുകളായിരിക്കാം. അതേപോലെ തന്നെ മറ്റൊരു വിഭാഗം പിന്നീട് ഈ കച്ചവടാദി കാര്യങ്ങൾ ചെയ്യുന്നവര്, പിന്നെ ബൗദ്ധികമായിട്ട് ഒത്തിരിയൊന്നും വികാസം ഇല്ലാത്ത ആളുകൾ, ഇവർ ഇങ്ങനെയൊക്കെയുള്ള ജനവിഭാഗങ്ങൾക്കും അവർക്ക് കുറച്ച് സേവകരെ അതല്ലെങ്കിൽ അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന കുറെ ആളുകൾ നമ്മുടെ വാക്ക് അതേപടി പകർത്തുന്നത്, അതിൽ ചോദ്യം ചെയ്യാതെ ഇന്നത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ അവരത് ചെയ്യും. ഇപ്പൊ പണ്ടൊരു കഥ പറയാറുണ്ട്, ദൂതലക്ഷണമൊക്കെ പറയുമ്പോഴേക്ക് നീ അവിടെ പോകൂ എന്ന് മുഴുവൻ കേൾക്കണേക്ക് മുമ്പ് അവിടെ പോയിരിക്കും, എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ തിരിച്ചു വന്നിട്ട് ചോദിച്ചിട്ട് പോകണം. അപ്പോ അതായത് ബൗദ്ധികമായിട്ടോ കായികമായിട്ടോ എല്ലാവർക്കും ഒരേ ബുദ്ധിവികാസവും ഒരേ ശാരീരിക മികവും ക്ഷമതയൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. അത്രയും സാധിക്കാത്ത ആളുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെയും ധർമ്മം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. സാത്വികരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ആ ഗുണത്തിന്റെ വർധനവാണ് വേണ്ടത്. ക്ഷത്രിയരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ക്ഷാത്രഗുണം, രജോ ഗുണത്തിന്റെ വർധനവാണ് വേണ്ടത്. ഇത്തരത്തിൽ ചിലർക്ക് തമോ ഗുണമായിരിക്കാം വേണ്ടത്. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് സത്വവും രജസും തമസും വരുമ്പോഴും അതിൻ്റെ ഇടയിൽ തന്നെ കലർപ്പും കൂടി ഉണ്ടാകും. ഏതിന്റെ കുറച്ച് കംപ്ലീറ്റ് തമോ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നിഷ്ക്രിയരായി പോകും. പരിപൂർണ സത്വഗുണവും അതെ നിഷ്ക്രിയത്വമാണ് വരുന്നത്. രണ്ടും രണ്ട് വിഭാഗം, ഒന്ന് ഇരുട്ടാണ്, മറ്റത് വെളിച്ചമാണ്. ഈ മധ്യത്തിലുള്ള രജോ ഗുണത്തിന്റെ കലർപ്പിനനുസരിച്ചിട്ടാണ് ഇതിന്റെ പ്രവർത്തന മികവ്, ക്ഷമത ഉണ്ടായി വരുന്നത്. അപ്പൊ ഏത് സ്വഭാവത്തിലുള്ളതാണോ ഇവരുടെ ധർമ്മം, അതിനനുസരിച്ചിട്ടുള്ള ദേവതകളും ഉണ്ടാകും. അപ്പോൾ കുലത്തിന്റെ ദേവത കൂടാതെ തന്നെ അവനവന്റെ ധർമ്മത്തിനെ സംരക്ഷിക്കുവാനായിട്ട് ചിലപ്പോൾ കുലദേവതയെ തന്നെ ഉപാസിച്ചാൽ മതിയാകും ഇവർക്ക്. അതല്ലെങ്കിൽ ധർമ്മദേവത മറ്റൊരു തരത്തിലുള്ളതായിരിക്കാം. ചിലപ്പോൾ അങ്ങനെ രണ്ടും വ്യത്യസ്തവുമാവാം, രണ്ടും ഒന്നുമായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.